ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മുടെ 365 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ജേണിയുടെ ഡേ 40യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 40 ദിവസങ്ങൾ അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫിലും മാറ്റം വരുന്നു. ഒത്തിരി സന്തോഷമാണ് കേട്ടോ മക്കളെ. ടീച്ചറമ്മയുടെ ഒരു പോഡ്കാസ്റ്റ് കാർത്തിക് സൂര്യയുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടോ? കണ്ടവർ യെസ് എന്ന് കമൻറ്റ് ഇടുക. കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നല്ല നല്ല പോസിറ്റീവ് കമൻസ് തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്നവർ, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കും കേട്ടോ. കാരണം വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷനിലൊന്നും വിശ്വാസമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർ വിശ്വാസത്തിലേക്ക് വന്ന് എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടട്ടെ, അല്ലെ? എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ വരട്ടെ. അപ്പം നിങ്ങൾ പറയുന്ന ഒരു കമൻറ്റൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റുന്നതാണ്. നമ്മളെപ്പോഴും നേടേണ്ടത് മറ്റുള്ളവരുടെ അനുഗ്രഹമാണ് എന്നുള്ളത് ടീച്ചറമ്മ പറഞ്ഞു തരാറില്ലേ മക്കളെ? നമ്മുടെ സിൽവർ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് മക്കളെ. ജൂലൈ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9567274997 എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഭീഷണിക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ സൈലൻ്റായിട്ടിരുന്നാലും ആളുകൾ നമ്മളെക്കുറിച്ച് മോശം പറയും. അതല്ല, നമ്മൾ കൃത്യമായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നാലും ആളുകൾ കുറ്റം പറയും. ഈ ഏഷണിക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പണി അതാണ്. അവർ മോശമായിട്ട് പറയും. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ, അദ്ദേഹം ഒരു പുതിയ വീട് വെച്ചപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന് എത്ര 25 ലക്ഷം രൂപ കടമുണ്ടെന്നോ, അതുപോലെ തന്നെ അതിന് മുന്നേക്ക് അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് ഇങ്ങനെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു. പലരും വിളിച്ച് അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ചിറ്റപ്പനുമായിട്ട് എന്തൊക്കെ പ്രശ്നമാണെന്ന് അറിഞ്ഞല്ലോ, എങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്, അതായത് നാട് മുഴുവൻ ഇദ്ദേഹത്തെപ്പറ്റി ഏഷണി പറഞ്ഞു പരത്തുന്ന ഒരുപാട് മനുഷ്യർ. ഈ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കവലയിൽ പോയി നിന്നിട്ട് ഒരു മൈക്ക് സെറ്റ് എടുത്ത് അവരോടൊക്കെ സംസാരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടത് ഒത്തിരി വൈറലായിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങളും ആ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ഇതുപോലെയൊക്കെ പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങളിലാണ്. സിറ്റിയിൽ നിന്നും ആർക്കും ആരുടെ ഏഷണി പറയാനോ പരദൂഷണം പറയാനൊന്നും സമയം കിട്ടാറില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. അത് മാത്രമല്ല, ആരും കൂടുതൽ മറ്റുള്ള അടുത്ത റൂമിൽ താമസിക്കുന്ന ആരാന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പക്ഷേ നാട്ടുമ്പുറങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും പരസ്പരം അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നാട്ടുമ്പുറത്തെ ചായക്കടകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുകയും മോശം ചർച്ചകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഏഷണി ആരെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ സ്വഭാവത്തെയാണ്. ഞാനൊരു കഥ പറയാം. നിഷ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആൾ ഓൺലൈനിൽ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവൾ പോസ്റ്റൊക്കെ ഇട്ടു, വീഡിയോസൊക്കെ ഇട്ടു. ആദ്യമൊക്കെ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ ആ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ബന്ധുക്കളും ചില നാട്ടുകാരും ഒക്കെ അവളെ കളിയാക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, പിന്നെ ഈ ബിസിനസ്സൊക്കെ കൊണ്ട് എന്തോ ആവാൻ, വേറെ പണിയൊന്നുമില്ല, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേടി എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു? ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി നിഷ. ഞാൻ ചെയ്യുന്നത് മോശം കാര്യമാണോ? ആളുകൾ ഇനി എന്നെ കുറ്റപ്പെടുത്തുമോ? ആരെങ്കിലുമൊക്കെ എന്നെപ്പറ്റി മോശം പറയുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിഷയുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഷ ആ ഒരു ബിസിനസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോസ്റ്റ് ഇടുന്നത് കുറച്ചു. അതുപോലെ തന്നെ അവൾ വീഡിയോസ് എടുക്കുന്നത് അവൾ കുറച്ചു. അവൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഉഴപ്പാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ബിസിനസ് താഴേക്ക് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ ഇത് മനസ്സിലാക്കിയിട്ട് അവളുടെ അമ്മ അവളോട് പറഞ്ഞു,
മോളെ നീ എന്ത് ആക്ഷൻ എടുത്താലും ആൾക്കാർ കുറ്റം പറയും. അതായത് ആളുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ നിന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മക്കളെ നീ അടിപൊളിയായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, നല്ല രീതിയിൽ നീ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നീ നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തി നമ്മളൊന്നും അച്ചീവ് ചെയ്യാൻ പിന്നെ ഇടവരുത്താതെ എങ്ങനെയെങ്കിലും ആ ബിസിനസ് പൂട്ടിക്കെട്ടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാവും. അപ്പോൾ നിഷയുടെ അമ്മ പറഞ്ഞു, നീ ഈ രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് നീ പോയിക്കൊണ്ടിരുന്നാൽ നിൻ്റെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആളുകൾ പലതും പറയും, ചിലപ്പോൾ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തും. അപ്പോൾ ഈ ആളുകളുടെ പറച്ചിലനുസരിച്ച് പോകാൻ നിൽക്കാതെ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുക, നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്താൻ നിന്നാൽ ഒരിക്കലും നമുക്ക് സന്തോഷമായിട്ട് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ബുക്ക് എടുക്കുക, ബുക്കിൽ 3 കോളംസ് ഉണ്ടാക്കുക. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എഴുതുക ആളുകൾ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റ് എന്താണ് എന്നുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ എഴുതുക ഇതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ടോ. കാര്യം ചില ക്രിറ്റിസിസം ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഴുതുക ഇവിടെ എന്തെങ്കിലും എനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും ആശയങ്ങൾ എടുക്കാനുണ്ടോ. മൂന്നാമതായിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ആരെങ്കിലും പറയണം നീ വീഡിയോ എടുക്കുന്നത് ഒട്ടും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതുകയാണ്, ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ലായിരിക്കും, അല്ലെങ്കിൽ സംസാരത്തിൽ വ്യക്തത ഉണ്ടാവില്ല, ഓക്കെ ഞാനത് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ അതിനുവേണ്ടി എന്തൊക്കെ ആക്ഷൻ എടുക്കും, നല്ലൊരു ക്യാമറ വാങ്ങും, അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റ് നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ക്രിപ്റ്റ് എടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യും, അങ്ങനെയുള്ള ആക്ഷൻ എടുക്കുന്നു. ചിലർ നിങ്ങൾക്ക് ചിലപ്പം ഒട്ടും കൺസ്ട്രക്റ്റീവ് അല്ലാത്ത അവരുടെ ആ ഒരു മനസ്സിൽ അസൂയയും കുശുമ്പൊക്കെ കൊണ്ട് പറയുന്ന കമൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണ്ടത് ചില കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നല്ലത് പറഞ്ഞു തരികയാണെങ്കിൽ നല്ലത് എടുക്കുക, ആവശ്യമില്ലാതെ നെഗറ്റീവ് പറയുന്നവരെ ജസ്റ്റ് അതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ആളുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ തളർത്തുന്നതാണ്, പക്ഷേ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിമിഷം സക്സസ്ഫുള്ളായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോയി വിജയിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും നല്ല വഴികൾ തിരഞ്ഞെടുക്കുക. ആളുകൾ കല്ലെറിയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യും, പക്ഷേ നമ്മൾ അതിലൊന്നും വീണു പോകാതെ സധൈര്യം മുന്നോട്ട് പോവുക. ടീച്ചറമ്മ വളർത്തിയെടുക്കുന്ന പുലിക്കുട്ടികളല്ല എൻ്റെ മക്കൾ. അപ്പോൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. ആളുകൾ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് കരയാനും വിഷമിക്കാനോ നിൽക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി വിജയിക്കും. ടീച്ചർമാരുടെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ലവ് യു ആൾ, ബ്ലെസ്സിങ്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.